അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. മഹാനവർകൾക്ക് മജൂസിയായ ഒരു അയൽവാസിയുണ്ടായിരുന്നു. അയാളുടെ ടോയ്ലറ്റിലെ അവശിഷ്ടങ്ങളും മലിനജലവും സഹൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകാറുണ്ടായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സഹൽ റളിയല്ലാഹു അൻഹു മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യും. എന്നാൽ ഒരിക്കൽ പോലും മജൂസിയെ ആക്ഷേപിക്കുകയോ അയാളെക്കുറിച്ച് മറ്റൊരാളോടെങ്കിലും പരാതി പറയുകയോ ചെയ്തില്ല. കാലം ഇങ്ങനെ കടന്നുപോയി. സഹൽ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചു കിടപ്പിലായി. ഒരു ദിവസം അയൽവാസിയായ മജൂസിയെ വിളിച്ച് മഹാൻ പറഞ്ഞു, വളരെ കാലമായി താങ്കളുടെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതു കേട്ട മജൂസി അത്ഭുതപ്പെട്ടു. അദ്ദേഹം സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇത്രയേറെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയൽവാസികളെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. ഇസ്ലാമിൻ്റെ മഹത്വം അറിഞ്ഞ മജൂസിക്ക് മാനസാന്തരമുണ്ടായി. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഇദ് ജാറഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, ലൈസൽ മുഅ്മിനുൽ ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യരുത് എന്നാണ് ഇസ്ലാം മതം നമുക്ക് പഠിപ്പിക്കുന്നത്.